ഗുഡ് മോർണിംഗ് അർജുൻ. എറണാകുളത്തെ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ എങ്ങനെയാണ് ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നത്? വലിയ വിശ്വാസ സമൂഹം അവിടേക്ക് എത്തിയിട്ടുണ്ടോ? മഴ ഈ കുരുത്തോല പ്രദക്ഷിണത്തിനൊക്കെ ഒരു തടസ്സമാവുമോ? അരുൺകുമാർ, രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ്. ഇവിടെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ ഇത്തരത്തിൽ വിശ്വാസികളൊക്കെ തന്നെ ഒത്തുചേർന്നുകൊണ്ട് പ്രദക്ഷിണമടക്കം നടത്തിയത്, കുരുത്തോല പ്രദക്ഷിണമടക്കം നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഈ ദേവാലയത്തിനുള്ളിലേക്ക് വിശ്വാസികളും അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പും ഒക്കെ തന്നെ പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. എന്തായാലും ഈ ജെറുസലേമിലേക്ക് എത്തിയ ക്രിസ്തുവിനെ ജനം ഒലിവ് ഇലകൾ വീശി സ്വീകരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് ഓശാന ഞായർ. മാത്രവുമല്ല, പീഡാനുഭവ വാരത്തിൻ്റെ തുടക്കം കൂടിയാണ്. അത്തരത്തിൽ വിശ്വാസികളൊക്കെ തന്നെ ഈ ത്യാഗത്തിൻ്റെയും മറ്റും ഓർമ്മ പുതുക്കിക്കൊണ്ട്, യേശുവിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഈസ്റ്റർ വാരത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓശാന ഞായർ ആചരിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ പ്രത്യേകിച്ചും എല്ലാ ദേവാലയങ്ങളിലും ഓശാനയോടനുബന്ധിച്ച് വലിയ പരിപാടികൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വരാപ്പുഴ അതിരൂപതയുടെ പ്രധാനപ്പെട്ട ആസ്ഥാനമായ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ്. കൊച്ചി നഗരത്തിൽ തന്നെയാണത്. സ്വാഭാവികമായും ഈ ശുശ്രൂഷകൾക്ക് ശേഷം സന്ദേശമുണ്ടാകും. ഈ സന്ദേശത്തിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ നിരവധി രാഷ്ട്രീയ സംഭവവികാസങ്ങളടക്കം നടക്കുന്ന പശ്ചാത്തലത്തിൽ ലത്തീൻ സഭയുടെ ഈ വിഷയങ്ങളിലുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ